രാവിലെ തന്നെ ഉമ്മ നല്ല നാരങ്ങാച്ചാർ ഇടേണ്ട പരിപാടിയിലായിരുന്നു കേട്ടോ. തലേദിവസം നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ചധികം നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കിലോന് 50 രൂപ വെച്ച്. അപ്പോൾ അത് കണ്ടേരം എനിക്ക് കുറച്ച് നാരങ്ങ ഉപ്പിലിട്ടാലോ എന്ന് തോന്നി കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് വേഗം കട്ടെടുത്തെന്നല്ല, കുറച്ച് ഉമ്മാനോട് വാങ്ങിയിട്ട് ഞാൻ വേഗം തന്നെ നാരങ്ങ ഉപ്പിലിടാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പുറത്ത് പോയിട്ട് കുറച്ച് പച്ചമുളകൊക്കെ പറിച്ച് വന്നിട്ടോ. അങ്ങനെ കുറച്ച് ഒരു ഭരണിയൊക്കെ എടുത്ത്, ഭരണീൻ്റെ അകത്തൊന്നും അറിയാവുന്നില്ല. അങ്ങനെ നമ്മളെ മുറ്റത്ത് തന്നെ പറിച്ച കുറച്ച് കാന്താരി മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കേട്ടോ. ഇതെല്ലാം ഉമ്മാൻ്റെ അച്ചാറിന് വേണ്ടിയിട്ട് സെറ്റാക്കിയിൽ വാരി എടുത്തതാട്ടോ. പിന്നെ കുറച്ച് കല്ലുപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇതാ നമ്മുടെ ഭരണിയുടെ അടിഭാഗത്തായിട്ടോ നമ്മൾ ഈ നാരങ്ങയുള്ളൂ, എന്നാലും കുഴപ്പമില്ല, നമ്മളൊരു പൂതിക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഇനി ഇതാ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ആയിട്ടുള്ള കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ ഉപ്പിലിട്ടതിൽ കരിഞ്ജീരകം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള സുർക്കയും കൂടി ഒഴിച്ചാൽ നമ്മളെ നാരങ്ങ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേഗം തീരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നമ്മൾ കൊതിക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ. അപ്പോഴേക്കും ഇതാ ഉമ്മാൻ്റെ അച്ചാറിൻ്റെ പരിപാടി ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോഴേക്ക് ഫൈസാ മോന് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇളക്കിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മ മുളക് പൊടിയൊക്കെ ചേർത്ത് ഞാൻ വേഗം പോയിട്ട് ഈത്തപ്പഴമൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള നാരങ്ങയും ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എൻ്റെ ചാനലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.